നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറുമായി കലഹിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ വീഡിയോ വലിയ തോതിൽ വൈറലായിട്ടുണ്ട്. അതിന്മേൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ ആര്യ അതിനെക്കുറിച്ച് വിശദീകരിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്തു. ഒന്നാമത്തെ കാര്യം, അവരോട് ലൈംഗിക ആംഗ്യം കാണിച്ച് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തി തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തതെന്നാണ് ആര്യ വിശദീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അപമര്യാദയായി അങ്ങോട്ട് പെരുമാറിയിട്ടില്ല, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, ഗതാഗത നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ വിശദീകരിക്കുന്നത്. രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇയാൾ എന്തെങ്കിലും ക്രൈം ചെയ്തോ, സ്ത്രീകളോട് അശ്ലീല ആംഗ്യം കാണിച്ചോ എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു മേയർ പൊതുനിരത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകും വിധത്തിൽ പെരുമാറാൻ പാടുണ്ടായിരുന്നു. വണ്ടി തടഞ്ഞിട്ടില്ല, പാർക്കിംഗ് ഏരിയയിൽ വണ്ടി സിഗ്നലിൽ കൊണ്ടിട്ടതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ പുതിയ CCTV ഫുട്ടേജ് കാണുമ്പോൾ സീബ്രയിൽ വണ്ടി കയറ്റിയിട്ട് ക്രോസ് വട്ടം വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർക്കെതിരെ മുമ്പുണ്ടായിരുന്ന കേസുകളുടെ ചില FIRകളുടെ കോപ്പിയൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? ആ കാരണത്തിന് മേൽ പൊതുപ്രവർത്തകയും മേയറുമായ ആര്യ ഇത്തരമൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? പല ചോദ്യങ്ങൾ, പല അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. സാറിന് എന്താണ് തോന്നുന്നത് ഈ ടോട്ടൽ എപ്പിസോഡ് കണ്ടിട്ട്? അല്ല, കാരണം ഇപ്പം ഇന്നലെ വരെ നമ്മൾ കേട്ടത് ഈ അമിതവേഗം അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം കേട്ടത്. അതിന് പുറമെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം കൂടി അയാൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്, ഈ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളത്. പക്ഷേ ഇനി അശ്ലീലാംഗ്യം കാണിച്ചതാണ് വിഷയം എന്ന് നമുക്ക് സങ്കല്പിച്ചാൽ തന്നെ അതിൽ ഒരു മേയർ ഇടപെടേണ്ട രീതി ഇങ്ങനെയാണോ എന്ന അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. മേയർ മാത്രമല്ല, അവരുടെ പങ്കാളി കൂടിയായ, ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവ് MLA, അവർ കൂടി ഉൾപ്പെടുന്ന ഒരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവർ തന്നെ പറയുന്നുണ്ട്, അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, അവരിടപെടേണ്ടത് ഇങ്ങനെയാണ്. സാധാരണ നിലയിൽ തന്നെ ഒരു സ്ത്രീക്കെതിരെ തെറ്റായ രീതിയിലുള്ള ഒരു പെരുമാറ്റമുണ്ടായാൽ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുക, അത് നോട്ട് ചെയ്യുക, ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്കെതിരെ പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത് എന്ത് നിയമപ്രകാരമുള്ള നടപടിയാണ്? ഏത് ചട്ടമനുസരിച്ചുള്ള ഒരു നടപടിയാണ്? സാർ, അതിനകത്തൊരു സ്പോട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള അവിടെ റൈറ്റിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? അല്ല, സ്പോട്ട് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ അത് എങ്ങനെയാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് വേണമെങ്കിൽ അവർക്ക് അത് ചോദ്യം ചെയ്യുന്നതിനോ ഒന്നുമല്ല, ഞാൻ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് അവർക്ക് വേണമെങ്കിൽ അവർ ആ ബസ്സിലാണ് എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവർക്ക് നേർക്കുനേർ അവർ കാണുന്നതാണ് സ്ഥിതി എന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് തന്നെ പ്രതികരിച്ചു എന്നിരിക്കും. വണ്ടി കൊണ്ടുപോയിട്ട് തടഞ്ഞു നിർത്തി വട്ടം വെച്ച് അവിടുന്ന് ഇറങ്ങി വന്ന്, സാധാരണ നിലയിൽ നമുക്കറിയാം ഈ ഒരു തെരുവിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നതിന് ഓട്ടോക്കാരും ബസ്സുകാരും തമ്മിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറുകാരും മറ്റ് ബസ്സുകാരും തമ്മിൽ, കാറും ഓട്ടോയും ഒക്കെ തമ്മിലുള്ള അത്തരം സംഘർഷങ്ങളിലൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കുന്ന രീതി ഇങ്ങനെയാണ്. വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നേരെ പോയി ചോദിക്കുക, അല്ലെങ്കിൽ രണ്ടടി കൊടുക്കുക. ഇങ്ങനെയുള്ള എന്താ പറയുക, ഒട്ടും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റങ്ങൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ നമ്മൾ അപലപിക്കാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അതല്ല എൻ്റെ രീതി. കാര്യം അഥവാ ആ സന്ദർഭത്തിൽ അത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ചോദിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പെരുമാറേണ്ടിയിരുന്ന അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലേക്കാണ് അവർ കടക്കേണ്ടത്. അല്ലാതെ അവരൊരിക്കലും അവിടെ അങ്ങനെ ഒരു സീൻ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു. നമ്പർ നോട്ട് ചെയ്താൽ പോരെ നിഷാദ്? ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളെ പോലീസിന് ഇൻഫോം ചെയ്യുക, ഇങ്ങനെ ഒരു ആക്ഷൻ ഇയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് നടപടിയെടുത്താൽ പോരെ? ഞാൻ പറയുന്നത് അപ്പം ചോദിക്കാൻ പോകുന്നത് ഒരു വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ്. അത് മറികടക്കാനുള്ള ഉത്തരവാദിത്തം മേയർ എന്ന നിലയിൽ അവർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നിട്ടുള്ള ഒരാൾക്ക് അത് കുറച്ചുകൂടി അത് സാധ്യമാകണമെന്നാണ് ഞാൻ കരുതുന്നത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പരിഗണിക്കണമായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പരിഗണിക്കാമായിരുന്നു, അവർക്ക് പരിഗണിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഒരു നഗരത്തിൽ അവർ എന്താ പറയുക, അവർ നേതൃത്വം വഹിക്കുന്ന ഒരു നഗരസഭ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ അവരുടെ ഒരു തെരുവ് ഷോ നടക്കുക എന്ന് പറയുന്നത് അവർക്ക് തന്നെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ അതിന് ഒരുപക്ഷെ ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അന്വേഷണത്തിലൂടെ മനസ്സിലാവേണ്ട കാര്യമാണ്.
ഇനി അഥവാ നമ്മൾ തന്നെ സാധാരണ കാണാറുണ്ട് റോഡിൽ KSRTC ബസ്സുകൾ മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴായാലും സൈഡ് തരാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഈഗോ കാണിക്കുക അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ഇടവരുത്തുന്ന തരത്തിലാവേണ്ടിയിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റം. കൂടെയുള്ള സച്ചിൻ്റെ പെരുമാറ്റം അങ്ങനെ ആവേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാർക്കും ചെയ്യാം. ഇത് ഇത്തരത്തിലുള്ള ചെയ്തികളും സംഗതികളും അതിനെ ഒട്ടും തന്നെ ശരിയാക്കിയെടുക്കാൻ ഉപകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായ ഒരു ചിത്രമാണ് അത് നമുക്ക് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മൾ കണ്ടക്ടർ അല്ലെങ്കിൽ ഡ്രൈവറെ ന്യായീകരിക്കുകയാണെന്ന് തോന്നിയേ വേണ്ട. അയാളുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അയാൾക്കെതിരെ FIR ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് തരത്തിലാണ് ഇയാൾ പെരുമാറിയതെന്ന് നോക്കി നടപടി എടുക്കണം. അത് മാത്രമാവേണ്ടിയിരുന്നു നടപടി. അതിനിടയിൽ പോലീസിന് ഇടപെടേണ്ട, പോലീസ് ഒരു FIR ഫയൽ ചെയ്യേണ്ട ഒരു സംഗതി അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസും ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇവർ ഞാൻ ഇടപെട്ടു, എന്നെയാണ് ഇവർ ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇടപെടൽ അതിനകത്ത് മേയർ ആര്യ രാജേന്ദ്രൻ നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, രാജംസ് തോന്നുന്നുണ്ട് ആരെയും സച്ചിൻ ദേവ് അവരുടെ പവർ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഒപ്പം കുറച്ചുകൂടി പക്വതയോടെയുള്ള സമീപനമാകാമായിരുന്നു നഗരത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയ്ക്ക്. അതോ അതിനപ്പുറം അവരൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ലൈംഗിക അധിക്ഷേപം നേരിടുമ്പോൾ അവർ പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനം, ഒരു യുവ നേതാവ് എന്ന നിലയ്ക്കുള്ള വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള വിചാരത്തിൽ അവരിറങ്ങി പുറപ്പെട്ടു. അതിൽ ഗുരുതരമായ പിഴവ് കാണാൻ പറ്റുമോ? പല ചോദ്യങ്ങൾ എനിക്കുള്ളൂ. അല്ല, ഈ പവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. പവറല്ലല്ലോ അവർ അവിടെ ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പൊതുവെ റോഡുകളിൽ കാണുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫാമിലി ഞാനില്ലാതിൽ അപ്പോൾ കാറിൽ പോവുകയാണ്. അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു കാറ് ബ്രേക്ക് ചെയ്തു, വളരെ പൊടുന്ന ബ്രേക്ക് ചെയ്തു, പോയി മെല്ലെ തട്ടി. ഈ ഫ്രണ്ടിൽ കാറിലുണ്ടായിരുന്നൊരു ഭയങ്കര സീനായി. കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു കാറായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട് ആ സമയത്ത്. അവർ വന്നിട്ട് കാറിൽ അടിക്കുക, ഇറങ്ങടാ എന്ന് ഡ്രൈവറോട് പറയുക. അങ്ങനെയൊക്കെയുള്ള ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ റോഡ് ഗതാഗതത്തിൽ പാലിക്കപ്പെടാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്കൊരു ആക്സിഡൻ്റ് ആയ എന്താണ് ചെയ്യേണ്ടത്? പോലീസിനെ വിളിക്കുക, കേസാക്കുക എന്നല്ലാതെ ആ ഓടിച്ച ആളെ കയ്യേറ്റം ചെയ്യുക, അവരെ മർദ്ദിക്കുക, ഷോ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിൽ, ഒരു വികസിത സമൂഹത്തിൽ ഒരിക്കലും അനുവദിക്കപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്ന എപ്പോഴാണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്രയാണെന്ന് ഇരിക്കട്ടെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡിൽ ഒരാൾ നമ്മളോട് അപമര്യാദയായി മറ്റൊരു വാഹനം പെരുമാറി എങ്കിൽ പോലും നമ്മളത് പോട്ടെ നോക്കിയുള്ളൂ. ഈ കുടുംബം കൂടെ ഉള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുക. നമ്മുടെ കൂടെ കുടുംബം ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് ഇൻസെക്യൂർ ആവുകയും ആ വാഹനം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു എന്ന് തോന്നലുണ്ടാവുകയും ഈഗോ വർക്കൗട്ട് ചെയ്യും, വണ്ടി നിർത്തി ഷോ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇത് കേരളത്തിൽ പൊതുവേ കാണുന്ന ഒരു സീനാണ്. ഇവിടെ സംഭവിച്ചതും ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് കൂടെ ആളുണ്ടായിരുന്നു എന്നുള്ള പ്രശ്നമാണ്. ഒരു പക്ഷേ ആര്യ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ സച്ചിൻ ഒറ്റയ്ക്കാണ് കാറിൽ പോകുന്നതെങ്കിൽ അത് ഇഷ്യൂ ആക്കില്ല. ചിലപ്പോൾ അത്ര സീരിയസ് ഒഫൻസാണ്, ചിലപ്പോൾ പോയി പരാതി കൊടുത്തുന്നിരിക്കും. കൂടെ കുടുംബാംഗങ്ങളുള്ളപ്പോഴാണ് ആളുകളുടെ ഈഗോ വർക്കൗട്ടായി വണ്ടി വട്ടം കയറ്റിയിട്ട് ഷോ കാണിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോൾ ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണെന്ന് പറയുന്നു, ഈ FIR ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അയാൾ എങ്ങനെയാണ് KSRTC പിന്നീട് ജോലിയിൽ തുടരുക എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, താൽക്കാലിക ജീവനക്കാരൻ, അങ്ങനെ ജോലി വയ്ക്കാൻ പാടില്ല. കേസിൽ അയാളെ ഒഴിവാക്കിയതാണ് കോടതി എന്നാണ് അയാളുടെ വാദം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഈ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് കാണിച്ചത്? നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന വീഡിയോയിൽ ആ വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. സച്ചിൻ ദേവും ആര്യയും സഞ്ചരിക്കുന്ന വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അമിത വേഗതയിലൊന്നും അല്ല, ബസ്സും അമിത വേഗതയിലല്ല, കാറും സ്വാഭാവികമായി ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. പിന്നെ കാണുന്ന വിഷ്വൽ ഒരു ജംഗ്ഷനിൽ വണ്ടി വട്ടമിട്ടിട്ട് ഷോ കാണിക്കുന്നതാണ്. അശ്ലീലാംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്യുക, അധികാരം ഉപയോഗിക്കുക, മേയർ എന്നുള്ള രീതിയിൽ അധികാരം ഉപയോഗിച്ചാൽ എന്താണ് മേയറുടെ പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാവുമല്ലോ. ഇതൊന്ന് ഇവരുടെ ഒരു ഔദ്യോഗിക യാത്രയല്ല, സ്വകാര്യ യാത്രയാണ്. കുടുംബാംഗങ്ങളുണ്ട്, മേയറുടെ ഔദ്യോഗിക വാഹനത്തിലല്ല, സ്വകാര്യ വാഹനത്തിലാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഒരു പുരോഗമന സമൂഹം കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. റോഡിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ റോഡിൽ അവിടെ വണ്ടി നിർത്തി ഷോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അപകടവും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇവിടെ പോലീസ് അന്വേഷിച്ചിട്ടൊരു തീർപ്പിലെത്തട്ടെ എന്ന് പറയാം. മേയർക്ക് അക്കാര്യത്തിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി പ്രതികരിക്കാമായിരുന്നു എന്നതാണ് പൊതുവിൽ ഉയർന്നു വരുന്ന അഭിപ്രായം. ഈ കേസിൻ്റെ മെറിറ്റ് നമുക്കറിയില്ല, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഒരു നീതി നടപ്പാക്കൽ രീതിയെക്കുറിച്ച് ആലോചിക്കണമോ എന്നതാണ് അതിനകത്തുള്ളൊരു സംഗതി.